അവര് നിങ്ങൾ മിസ്സിനെ അപ്രോച്ച് ചെയ്താൽ മതി കേട്ടോ. മിസ് യൂട്യൂബ് ലിങ്ക് പറഞ്ഞുതരും. Okay, we are moving on to the slides. So the topic your department has already selected right approach to research project. It's not like an ordinary research project. It's a research project you are going to do in a pandemic situation. That is, we are having that is coronavirus around us. അതുപോലെ തന്നെ COVID-19 ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു അക്കാഡമിക് ഇയറിൽ മാത്രം ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് MG യൂണിവേഴ്സിറ്റി ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രോജക്ട് ഗൈഡ് ലൈൻസ് തന്നിട്ടില്ല. ചിലപ്പോ അടുത്ത കൊല്ലം നിങ്ങളുടെ ജൂനിയേഴ്സിന് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല പ്രോജക്ട് ചെയ്യേണ്ടി വരുന്നത്. അവര് MG യൂണിവേഴ്സിറ്റി എങ്ങനെയാണോ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ആയിരിക്കും. കാരണം COVID-19 ഒക്കെ പോയി കഴിഞ്ഞാൽ കമ്പനിയിലൊക്കെ പോയി അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ പഴയ രീതിയിലായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. ചെയ്യാൻ പറ്റണേ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ കമ്പനിയിൽ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി സ്റ്റുഡൻസിന് ജൂനിയേഴ്സിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓർഗനൈസേഷനിൽ പോയി ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ 1 month നിങ്ങൾ ഒരു കമ്പനിയിൽ പോയിട്ട് ഒരു ഇന്റേൺഷിപ്പ് പോലെയാണ് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു കൊല്ലം നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, ബിക്കോസ് കോവിഡ് ഉള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് MG യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഗൈഡ് ലൈൻസിനെ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊന്ന് ഫെമിലിയറൈസ് ചെയ്യാം. ആൻഡ് റിമെമ്പർ, ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ യു. കാരണം ഇതിനു മുമ്പ് കോവിഡ് ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ സീനിയർ ബാച്ചിന് നിങ്ങൾക്ക് വരാൻ പോകുന്നവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ഥലത്തൊന്നും കോപ്പി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയാ, ഇത് വേറെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പക്ഷെ കോപ്പി ചെയ്യാൻ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. So first guideline എന്ന് പറയുന്നത്, to avoid the problem of lagging of VBA programs, students may be permitted to do internship and project by using online resources as per the schedule fixed earlier so that the program may be completed timely. അപ്പൊ നമ്മൾ കോപ്പി ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ ഓൺലൈൻ റിസോഴ്സസ്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് നെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഡാറ്റ, സെക്കൻഡറി ഡാറ്റ നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കമ്പനി പോകാൻ പറ്റില്ല, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സെക്കൻഡറി ഡാറ്റ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ റിസോഴ്സസ് മാത്രമേ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ MG യൂണിവേഴ്സിറ്റി. Then second guideline provided by MG University is students who are already got permission from companies to do internship or project online may be permitted to go ahead. അപ്പൊ നമ്മൾ ഓൾറെഡി, എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരും തന്നെ കമ്പനിയിൽ നിന്നൊന്നും പെർമിഷൻ ഒന്നും വാങ്ങാൻ ചാൻസ് ഇല്ല. കാരണം ഒരു കമ്പനി പെർമിഷൻ കൊടുക്കുകയുമില്ല. ഈ ഒരു സമയത്ത് ആരും കമ്പനിയിലേക്ക് വരണം എന്ന് അവരാരും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും പോകാൻ താല്പര്യം ഉണ്ടാവില്ല. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കൊറോണ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പെർമിഷൻ എടുത്തിട്ടില്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗോട്ട് തേർഡ് ഗൈഡ് ലൈൻ സെക്കൻഡിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. Students who already got permission to internship or project and such companies which are neither cancelling or granting permission to do internship can collect data from secondary sources. For instance, data pertaining to company profile, company's products, customers, competitors, collaborations, CSR activities, financial data, industry analysis, strategies, future expansion, etc. അപ്പൊ നമ്മൾ ഇത് നേരത്തെ പെർമിഷൻ കിട്ടിയ ആളുകളാണെങ്കിലും നേരത്തെ കമ്പനിയിൽ നിന്ന് പെർമിഷൻ കിട്ടാത്ത ആളുകൾ, പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടാത്ത ആളുകളാണെങ്കിലും അവര് കളക്ട് ചെയ്യേണ്ട ഡാറ്റ ഇതൊക്കെയാണ്. കമ്പനി നമ്മൾ വെബ്സൈറ്റിൽ പോയി ഏത് കമ്പനി, ഇപ്പൊ നിങ്ങൾ എടുക്കുന്നത് ഗൂഗിൾ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഗൂഗിളിന്റെ കമ്പനി പ്രൊഫൈൽ, കമ്പനീസ് പ്രോഡക്ട്സ്, കസ്റ്റമേഴ്സ്, ഗൂഗിളിന്റെ കോമ്പറ്റീറ്റേഴ്സ്, ഗൂഗിൾ ആരൊക്കെയായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, അവരുടെ CSR ആക്ടിവിറ്റീസ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ CSRന്റെ ഫുൾ ഫോം? anyone Corporate social responsibility activities, financial data, industry analysis, strategies, future expansion. ഇതൊക്കെ കമ്പനിയുടെ എല്ലാം അവൈലബിൾ ആയിരിക്കും സൈറ്റിൽ നിന്ന്. അപ്പൊ നിങ്ങൾ അങ്ങനെ വേണം ഇത് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇത് നിങ്ങൾ നേരത്തെ പെർമിഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ ഒരു ഇത്രയും ഡാറ്റ എങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇനി വരുന്ന സ്ലൈഡിൽ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ പേടിക്കാനൊന്നുമില്ല കേട്ടോ, പറഞ്ഞുതരാം. Apo fourth guideline, students who are unable to get confirmation from companies can visit the websites of any major company
and collect secondary data as mentioned above. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ഏതൊരു കമ്പനി എടുക്കുകയാണെങ്കിൽ, കമ്പനി എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ആവുമ്പോൾ നമുക്ക് ഡേറ്റ ഒരുപാട് അവൈലബിൾ ആയിരിക്കും. അവരുടെ വെബ്സൈറ്റിൽ അവർ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കോപ്പി ചെയ്യാൻ ഡേറ്റ ഉണ്ടായിരിക്കും. ചെറിയ ചെറിയ കമ്പനീസിന് ഡേറ്റ കുറവായിരിക്കും. അത് നമുക്ക് അത് നമുക്ക് കിട്ടാനായിട്ട് എടുക്കാൻ അപ്പൊ ആവശ്യത്തിനുള്ള ഡേറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. സോ നമ്മൾ എന്തായാലും സെക്കൻഡറി ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്, എന്തായാലും വെബ്സൈറ്റ് ആണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെറിയ കമ്പനീസ് ഒന്ന് സെലക്ട് ചെയ്യണം. നമ്മൾ വലിയ വലിയ കമ്പനീസ്, ഞാൻ എന്റെ സ്റ്റുഡൻസിനെ കൊണ്ട് എല്ലാവരെ കൊണ്ടും തന്നെ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ദിസ് ഹാസ് ടു ബി ഡൺ സ്ട്രിക്ട്ലി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഫാക്കൽറ്റി ഗൈഡ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയുടെ ഗൈഡൻസിലായിരിക്കും നിങ്ങളെ ഈ പ്രോജക്റ്റ് ചെയ്യാൻ വിടുന്നത്. ആ ഫാക്കൽറ്റി ഗൈഡ് നോട് ഇത് പറഞ്ഞ് അതിന്റെ കൺഫർമേഷൻ വാങ്ങിയിട്ട് മാത്രമേ നിങ്ങൾ ഈ ഡാറ്റ കളക്ഷന് പോകാൻ പാടുള്ളൂ. In such cases, it is to be ensured that no two students do their work in the same company. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 65 കുട്ടികൾ ഉണ്ടെങ്കിൽ 65 കുട്ടികൾക്കും 65 കമ്പനി ആയിരിക്കണം. ചിലര് പറയും ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. എന്തായാലും നിങ്ങൾ കോപ്പി ചെയ്യാണ്, നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് പിന്നെ ആ കോപ്പി ചെയ്തത് വേറൊരാൾക്ക് കോപ്പി ചെയ്യാൻ കൊടുക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അതുകൊണ്ട് 65, കാരണം നമുക്കറിയാം 65 കമ്പനിയൊന്നുമല്ല, ലാക്സ് ഓഫ് കമ്പനീസ് ആർ അവൈലബിൾ ഇൻ ഇന്റർനെറ്റ്. സോ പിന്നെ നമ്മൾ എന്തിനാ ഈ വെറുതെ ഒരാൾ ചെയ്തത് കോപ്പി ചെയ്യാൻ നിൽക്കണേ? എനിവേസ് വി ആർ ഗോയിങ് ടു കോപ്പി ദ ഡേറ്റ ഫ്രം ദി ഫ്രം ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്പനീസ്. അപ്പൊ നമ്മൾ എല്ലാവരും ഡിഫറെന്റ് കമ്പനീസ് ആയിരിക്കണം. ഒരിക്കലും 2 പേർക്ക് ഒരു കമ്പനി ചെയ്യാനുള്ള പെർമിഷൻ ഒരു കാരണവശാലും ഒരു ഫാക്കൽറ്റിയും കൊടുത്തുകൂടാ. So in such cases, it is to be ensured that no two students do their work in the same company. Then പിന്നെ വരുന്നതാണ് ലാസ്റ്റ് പോർഷൻ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ. The report of internship and project shall have a separate chapter title discussion. ഇതിലിപ്പോ ഞാൻ 4 ചാപ്റ്ററാണ് ആകെ കൊടുത്തിട്ടുള്ളൂ നമുക്ക് ഇത് ചെയ്യാനായിട്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്, അതായത് ഡിസ്കഷൻ ചാപ്റ്റർ എന്ന് പറയുന്നത്. This may include a very objective assessment of the company and industry. കാരണം നമ്മൾ ഏത് കമ്പനിയാണോ സെലക്ട് ചെയ്യുന്നത് ആ കമ്പനിയുടെ കമ്പനി പ്രൊഫൈലും ഇൻഡസ്ട്രി പ്രൊഫൈലും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ഈ കുട്ടിക്ക് എന്താണ്, കുട്ടിയുടെ ഒരു അസസ്മെന്റ് എന്താണ് ഈ കമ്പനിയെ പറ്റിയിട്ട്, അതാണ് നമ്മൾ അതിൽ എഴുതേണ്ടത്. ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് ദ കമ്പനി ആൻഡ് ഇൻഡസ്ട്രി. ഫോർ ഇൻസ്റ്റൻസ്, വേർ ദ കമ്പനി ഈസ് ചോസൺ ഫോർ ദ സ്റ്റഡി ഫെയർ ഇൻ ദ ഇൻഡസ്ട്രി. നമ്മൾ ഇൻഡസ്ട്രിയിൽ ഈ കമ്പനിയുടെ ഒരു എക്സിസ്റ്റൻസ് വെദർ ഇറ്റ് ഈസ് ഫെയർ ഓർ നോട്ട്, വാട്ട് ആർ ദ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് ദ കമ്പനി ആൻഡ് അങ്ങനെ കുറെ കാര്യങ്ങൾ. അതായത് നമ്മൾ കമ്പനിയെ പറ്റി പഠിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് ഈ കമ്പനിയെ പറ്റിയിട്ടുള്ള ഇംപ്രഷൻസ് ആണ് നമ്മൾ ഒബ്ജക്റ്റീവ് അസസ്മെന്റിൽ എഴുതേണ്ടത്. ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ് കളക്ടഡ് ബൈ അപ്പൊ അത് നമ്മളാണ് ഈ ഒരു സ്റ്റുഡൻസ് ഈ ഒരു ഡേറ്റയാണ് കളക്ട് ചെയ്തത്, അതിനാണ് കൂടുതലും വാല്യൂ കൊടുക്കേണ്ടത്. അപ്പൊ കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് കമ്പനിയെ പറ്റി എന്തായാലും എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് ഉണ്ടാവും. This will be purely the students' contribution and due weightage should be given to this chapter during the evaluation process. അപ്പൊ ഈ ഡിസ്കഷൻ ചാപ്റ്റർ ഒന്നും കൂടി നന്നാക്കിയിട്ടാണ് നമ്മൾ അടുത്ത ഇതിൽ പറയുന്നത്. കാരണം ഇത്ര മാത്രം പോരാ ഡിസ്കഷനിൽ നിന്ന് എനിക്ക് ഗൈഡ് ലൈൻ വായിച്ചപ്പോൾ തോന്നിയത് കൊണ്ട് ഞാൻ നമ്മുടെ സീനിയർ ആയിട്ടുള്ള സാറും നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പറും ആയിട്ടുള്ള ബിജു പുഷ്പൻ സാറിനോട് ചോദിച്ചതിന് ശേഷം ചാപ്റ്ററൈസേഷനിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്ര മാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജൂനിയേഴ്സ് ചെയ്ത ഒരു മൈനർ പ്രോജക്റ്റിന്റെ ഒരു ഗ്രേഡിലേക്ക് നിങ്ങൾ പോകും. നിങ്ങൾ മൈനർ പ്രോജക്റ്റ് ചെയ്യുന്നവരല്ല, നിങ്ങൾ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 സെമസ്റ്റർ ആയിട്ട് എല്ലാ മാർക്കറ്റിംഗ്, HR, ഫിനാൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് വന്നവരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ സാറിന്റെ ഒരു കൺസെന്റോട് കൂടി ഞാൻ ചാപ്റ്ററൈസേഷൻ കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. Then 6th one is students are not likely to get certificates regarding internship or project from companies. Hence, principal or head of the department may issue a certificate of internship or project completion duly signed by the project guide and the same can be attached to the project report. അപ്പൊ നമുക്ക് എന്തായാലും കമ്പനിയിലൊന്നും പോയി ചെയ്യുന്നില്ല. ഒരു കമ്പനി ഇപ്പൊ ഗൂഗിളിന് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡാറ്റ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരാൻ പോകുന്നില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോജക്ട് ഗൈഡും HODയും സൈൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റിൽ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ 7th guideline given by the MG University is primary data, if possible, can be collected through online mode using facilities like Google Form. ഇപ്പൊ നിങ്ങൾക്കറിയാം എല്ലാ ക്ലാസ്സിലും കുറച്ചൊക്കെ എന്താ പറയാ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ക്ലാസ്സിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് തോന്നുകയാണ് ഇത് ഇങ്ങനെ ഒരു ഡാറ്റ മാത്രം, സെക്കൻഡറി ഡാറ്റ മാത്രം പോരാ, നമുക്ക് കുറച്ചുകൂടി പ്രൈമറി ഡാറ്റയും കൂടി കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളതും കോമ്പീറ്റന്റും ആയിട്ടുള്ള കുട്ടികൾക്ക് അത് ഇതുപോലെ ഗൂഗിൾ ഫോം യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. 7th point, remember, it's not compulsory, it's only for those students who would like to collect primary data through ഗൂഗിൾ ഫോം. അതല്ലാതെ ഇഫ് പോസിബിൾ എന്നുള്ള വാക്ക് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് കമ്പൽസറി. നിങ്ങളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഫുള്ളും നിങ്ങൾ ഇത് സെക്കൻഡറി ഡാറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗൂഗിൾ ഫോം യൂസ് ചെയ്ത് കളക്ട് ചെയ്യാം എന്ന് കോൺഫിഡൻസ് ഉള്ളവർക്ക് മാത്രം, with the permission of the faculty guide, you can go ahead collecting the primary data using the Google form. Okay, so these are the things, these are the guidelines provided by MG University. Hope it's clear. ഇത്ര വരെ പറഞ്ഞത് മനസ്സിലായോ? ഹലോ. Yes ma'am. Okay, so we'll go to the chapterization. കാരണം ഇത്രയൊക്കെ ഗൈഡ്ലൈൻസ് തന്നത് കൊണ്ട് തന്നെ നമ്മൾ അത്ര ക്ലിയർ അല്ല. നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, എനിക്കറിയാം. ഒരു വെറുതെ ഒരു ഗൈഡ്ലൈൻ, ഒരു ഔട്ട്ലൈൻ തന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് മിസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാപ്റ്ററൈസേഷൻ ആണ് ഇതിൽ ഇനി അടുത്തത് വരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്? ഇപ്പൊ സെക്കൻഡറി ഡേറ്റ പോയിട്ട് വെറുതെ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിയാൽ കുറെ ഡേറ്റ വരും. അതിനെ നമുക്കിനൊരു സ്ട്രക്ചേർഡ് ഫോമിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് കമ്പനി പ്രൊഫൈലാണ്, ഇൻഡസ്ട്രി പ്രൊഫൈലാണ്. ഇൻഡസ്ട്രി പ്രൊഫൈലില് ഫസ്റ്റ് നമ്മൾ എന്താ പറയാ, ഗൂഗിളിൽ തന്നെ സപ്പോസ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു വരുന്ന എക്സാമ്പിൾ ഗൂഗിൾ ആയതുകൊണ്ട് നമ്മൾ പറയുന്നത്, അപ്പൊ എന്താ നമ്മൾ എടുക്കുക? ഗൂഗിൾ എന്ന് പറയുമ്പോൾ അതിന് ഇൻഡസ്ട്രി ഏതായിരിക്കും? ഗൂഗിൾ ഇസ് എ കമ്പനി അല്ലെ? അപ്പൊ ഇൻഡസ്ട്രി എന്തായിരിക്കും? ഹലോ, ഗൂഗിൾ എന്ന് പറയും IT അല്ലെ? IT ഇൻഡസ്ട്രീനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ കമ്പനി എന്താണ്, ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് ഒരു BBA സ്റ്റുഡന്റിന് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഡസ്ട്രി IT ഇൻഡസ്ട്രിയാണ്. സോ 1.1 നമ്മൾ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് IT ഇൻഡസ്ട്രി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ വരും. അതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളൊരു വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക, അതിൽ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് IT ഇൻഡസ്ട്രി എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ താഴെ നിങ്ങൾക്ക് നമ്മൾ ഗൂഗിളിൽ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാവുന്ന റെലവെന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് ആ വേർഡ് ഫോമിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ഇത് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാം. ദാറ്റ് ഈസ് ബിസിനസ് പ്രോസസ് ഓഫ് ദി ഇൻഡസ്ട്രി. അപ്പൊ കിട്ടുന്ന ഡാറ്റ നമുക്ക് സെക്കൻഡ് ടൈറ്റിലിന്റെ 1.2 എന്ന് പറഞ്ഞിട്ട് ഈ ബിസിനസ് പ്രോസസ് ഓഫ് IT ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ താഴെ അതിന് വേണ്ടുന്ന ഡാറ്റ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം. ദെൻ അതുപോലെ 1.3, 1.4, 1.5, 1.6, 1.7 അങ്ങനെ 7 ക്രൈറ്റീരിയ ആണ് നമ്മൾ ഇൻഡസ്ട്രി പ്രൊഫൈലിൽ പറഞ്ഞിരിക്കുന്നത്. 7 ക്രൈറ്റീരിയ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ട എന്താ പറയാ ഡാറ്റ അവിടെ നിന്ന് തന്നെ പോപ്പപ്പ് ചെയ്ത് വരും. അതിൽ നമുക്ക് അത് നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഈ വേർഡ് ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട്. ഓക്കെ, വേർഡ് ഫോമിലേക്ക് ഒരു വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് പോകണം. ക്ലിയർ ആണോ ചാപ്റ്റർ 1? ഹലോ ഓക്കെ. Then second chapter, first chapter ഇൻഡസ്ട്രി പ്രൊഫൈൽ കഴിഞ്ഞാൽ നമുക്ക് കമ്പനി പ്രൊഫൈലിൽ പോവാം. കമ്പനി ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഗൂഗിൾ ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് നമ്മള് ഫോർ എക്സാമ്പിൾ. അപ്പൊ നമ്മൾ കമ്പനി പ്രൊഫൈൽ എഴുതുമ്പോൾ അവിടെ തന്നെ നമ്മൾ ഗൂഗിളിൽ നിന്ന് എഴുതുന്നത്. സാധാരണ ഇപ്പൊ എന്റെ പിള്ളേരൊക്കെ ചിലപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ മൈനർ പ്രോജക്റ്റിനൊക്കെ വഴക്ക് പറയാറുണ്ട്. അവർ കമ്പനി പ്രൊഫൈലിൽ എഴുതും, പക്ഷെ കമ്പനിയുടെ പേര് എഴുതൂല. അപ്പൊ എല്ലാ കാര്യങ്ങളും ഈ ഗൂഗിളിനെ പറ്റി എഴുതും, പക്ഷെ മുകളിൽ ഹെഡിങ് മാത്രം ഉണ്ടാവില്ല അത് ഏത് കമ്പനിയെ പറ്റിയിട്ടാണുള്ളത്. അപ്പൊ നമ്മൾ കമ്പനി പ്രൊഫൈലിൽ നിന്ന് എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ താഴെ നമ്മൾ ഏത് കമ്പനി ഗൂഗിൾ ഇൻകോർപ്പറേറ്റ് അത് എഴുതിയിട്ട് 2.1 ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് കറന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർഗനൈസേഷൻ ചാർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത ഗൂഗിളിന്റെ ഓർഗനൈസേഷൻ ഹിസ്റ്ററി നമ്മൾ അടിച്ചു ഹിസ്റ്ററി ഓഫ് ഗൂഗിൾ കിട്ടും.
കറന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതും വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അവരുടെ ഓർഗനൈസേഷൻ ചാർട്ട് അതും ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇത് ടൈപ്പ് ചെയ്ത് നമ്മൾ ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോപ്പപ്പ് ചെയ്ത് വരുന്ന സെക്കൻഡറി ഡാറ്റയിൽ നിന്ന് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കോപ്പി ഇത് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യരുത് കേട്ടോ. നമ്മളൊന്ന് നോക്കുക എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. ചില ഇതൊക്കെ പോപ്പപ്പ് ചെയ്ത് വരുമ്പോൾ അതിൽ കുറെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ വെക്കരുത്. നമ്മള് നോക്കിയിട്ട് കോപ്പി ചെയ്യാനും വേണം ഒരു കഴിവ്. നമ്മൾ സെക്കൻഡറി ഡാറ്റ നോക്കിയിട്ട് അതിനകത്ത് ആ വരുന്ന വെബ്സൈറ്റിൽ ആ ഓരോ ആർട്ടിക്കിളിലും വരുന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കോപ്പി ചെയ്ത് ആ ഹെഡിങ്ങിന്റെ താഴേക്ക് നമ്മൾ വെക്കുക. അതുപോലെ തന്നെ 2.2 മിഷൻ വിഷൻ ബിസിനസ് പ്രോസസ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ കോമ്പറ്റീറ്റേഴ്സ് ഇതൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. CSR നമ്മൾ പറഞ്ഞാണ് എക്സ്പോർട്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് പ്രോസസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ അവിടെ ചോദിക്കുന്നത് പ്രോഡക്റ്റ് പ്രൊഫൈലാണ്. അപ്പൊ ഗൂഗിളിന്റെ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് നമ്മൾ ചോദിക്കുക. അപ്പൊ ഒന്ന് മാറ്റി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. നമ്മൾ ഈ സംഭവത്തിന്റെ ഈ നമ്മൾ കൊടുക്കുന്ന ഈ അടിക്കുന്നതിന്റെ മീനിങ് മാറാതെ തന്നെ നമ്മൾ പതുക്കെ ഒന്ന് മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒന്ന് മാറ്റി ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും കുറെ കാര്യങ്ങൾ പോപ്പപ്പ് ചെയ്ത് വരും. അതായത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളൊന്ന് ആ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നിടത്ത് നമ്മൾ കുറച്ചൊന്ന് മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷെ മീനിങ് മാറരുത്. വേർഡ്സ് ഒക്കെ ഒന്ന് എന്താ പറയാ മീനിങ് മാറാത്ത രീതിയിൽ നിങ്ങൾ കുറച്ചൊക്കെ ഒരു ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ സാധനം കിട്ടും എന്നുള്ള ഒരു ഇതിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ എടുത്തിട്ട് ഓരോ ഹെഡിങ്ങിന്റെയും താഴെ നമ്മൾ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ കമ്പനി പ്രൊഫൈലിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്റർ. ഇത് മൊത്തം കോപ്പി പേസ്റ്റ് ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കമ്പനി പ്രൊഫൈൽ ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ് മിസ്. ഓക്കെ, ദെൻ തേർഡ് ചാപ്റ്റർ ആണ് വരുന്നത്. തേർഡ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇവിടെയാണ് നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ഡിസ്കഷൻ ചാപ്റ്റർ. ഡിസ്കഷൻ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇടണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗിലെയോ ഫിനാൻസിലെയോ IT-ലെയോ ഏതെങ്കിലും ഒരു ടോപ്പിക്, ഇപ്പൊ മാർക്കറ്റിംഗിലെ ആണെങ്കിൽ ഗൂഗിളിന്റെ ഇഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിങ് ഇൻ ഗൂഗിൾ, അല്ലെങ്കിൽ പ്രൈസിങ് സ്ട്രാറ്റജീസ് ഓഫ് ഗൂഗിൾ, ഫിനാൻസിലാണെങ്കിൽ റേഷ്യോ അനാലിസിസ്, IT-ലാണെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് മാനേജ്മെന്റ്, നമുക്കൊരു മാനേജ്മെന്റ് ഇതിലാണ് IT റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും. അങ്ങനെ നമ്മളുടെ HR നമ്മൾ മൊത്തമായിട്ട് ഉപേക്ഷിച്ചു. കാരണം യൂണിവേഴ്സിറ്റി പറയുന്നത് MBA ഡിസ്കഷനിലൊക്കെ ഇരുന്നപ്പോഴും യൂണിവേഴ്സിറ്റി പറയുന്നത് HR റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ വെബ്സൈറ്റിൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് HR എടുക്കണ്ട എന്നാണ് ബിജുഭൂഷൺ സാറ് പറഞ്ഞത്. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മള് എന്താണോ അതല്ലാതെ മാർക്കറ്റിംഗിലും ഫിനാൻസിലും IT-ലും മാത്രമുള്ള ടോപ്പിക്കുകൾ മാത്രം കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങിയാൽ മതി. HR കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം HR-ലെ ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ലെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഞാൻ ആദ്യം ഇട്ടിരുന്നതാണ്, പിന്നെയാണ് അത് മാറ്റി നമ്മൾ IT ആക്കിയത്. അപ്പം നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക, അതിനെപ്പറ്റി മാക്സിമം അതെന്താണ് ലിറ്ററേച്ചർ റിവ്യൂ, അതായത് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഇപ്പൊ ഇഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റിന്റെ ഇഫക്റ്റീവ്നെസ് എന്താണ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ലിറ്ററേച്ചേഴ്സ് നമുക്ക് അതും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതും നമുക്ക് സെക്കൻഡറി ഡാറ്റ അവൈലബിൾ ആണ്. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് തന്നെ സെക്കൻഡറി ഡാറ്റയാണ്. അപ്പൊ ആ ടോപ്പിക്കിനുള്ള നമ്മൾ മാർക്കറ്റിംഗിലോ ഫിനാൻസിലോ IT-ലോ നമ്മൾ ഈ കമ്പനി ഈ ഗൂഗിളാണ് എടുത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിളില് ഈ ഒരു ഫങ്ഷണൽ ഏരിയയിൽ ഏതിലാണ് കൂടുതൽ ഡാറ്റ അവൈലബിൾ നോക്കിയിട്ട് അത് വേണം നമ്മൾ ഇവിടെ എടുക്കാനായിട്ട്. ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി എടുക്കുമ്പോൾ അവരെവിടെയാണ് സ്ട്രോങ്, അതിന്റെ മാർക്കറ്റിംഗിൽ ഏതെങ്കിലും ടോപ്പിക് എടുത്താലാണോ കൂടുതൽ ഡാറ്റ നമുക്ക് കിട്ടുന്നത്, ഫിനാൻസിൽ ഏതെങ്കിലും ഡാറ്റ എടുത്താലാണോ കൂടുതൽ കിട്ടുന്നത്, IT-യിൽ ഏതെങ്കിലും എടുത്താലാണോ നമുക്ക് കൂടുതൽ ഡാറ്റ കിട്ടുന്നത്, അത് നോക്കി നമ്മൾ എന്താ പറയാ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ടോപ്പിക് ഈ 3.1 സെലക്ട് ചെയ്യാനായിട്ട്. 3.1-ല് മാർക്കറ്റിംഗിലോ ഫിനാൻസിലോ IT-ലോ ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ അതിനെ ലിറ്ററേച്ചർ റിവ്യൂ എഴുതുക. അതായത് എന്താണ് അത് എന്ന് പറയുന്ന അതിനെപ്പറ്റി കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുക.
3.2-ൽ നിങ്ങൾ പറയുന്നത് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് ദ കമ്പനി ആൻഡ് ഇൻഡസ്ട്രി. ഞാൻ നേരത്തെ അത് നമ്മൾ നമ്മുടെ ഗൈഡ് ലൈൻ ഒക്കെ കണ്ടതാണ്. കമ്പനിയും ഇൻഡസ്ട്രിയും പ്രൊഫൈലും എഴുതി കഴിഞ്ഞതിന് ശേഷം ആ കമ്പനിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഇംപ്രഷൻസ് ആണ് നമ്മൾ ഇവിടെ വരുന്നത്. നമ്മൾ സാധാരണ ഒരു സ്റ്റഡി നടത്തുമ്പോൾ ഫൈൻഡിങ്സ് എഴുതുന്നതിന് പകരമാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് അസസ്മെന്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് ദ ലിറ്ററേച്ചേഴ്സ് ഗ്യാതേർഡ് അണ്ടർ റെസ്പെക്റ്റീവ് ടോപ്പിക്സ് ഇൻ മാർക്കറ്റിംഗ് ഓർ ഫിനാൻസ് ഓർ IT. അപ്പൊ നമ്മൾ കുറെ ലിറ്ററേച്ചർ റിവ്യൂവിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു എന്താ പറയാ, നമ്മളൊരു ടോപ്പിക് എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് കുറെ ലിറ്ററേച്ചർ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെ ബേസ് ചെയ്തിട്ട്, അതായത് ആ കമ്പനിയിലെ ഈ ഒരു ടോപ്പിക്കിന് പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്. കാരണം ഫസ്റ്റ് പോർഷന് നമ്മൾ സെക്കൻഡറി ഡാറ്റയാണ് എഴുതുന്നത്. 3.3-ല് നിങ്ങൾ ആ ലിറ്ററേച്ചർ കളക്ട് ചെയ്തതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതാണ് നമ്മളിവിടെ 3.3-ൽ എഴുതുന്നത്. ലാസ്റ്റ് വരുന്ന 3.4 ഓപ്ഷണൽ ആണ്. ഓപ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻസ് ബൈ ദ സ്റ്റുഡന്റ്. അതായത് ആ ഒരു കമ്പനി, ഇപ്പൊ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള സജഷൻസ് ആണ് ഈ 3.4-ൽ വരുന്നത്. 3.4 എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻസ് ബൈ ദ സ്റ്റുഡന്റ്, അതായത് സജഷൻസ് ആണ്. അവിടെ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യാൻ താല്പര്യമുള്ള, അതിൽ ഗൂഗിൾ ഫോം വെച്ചിട്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക്, അത് അവരെ കൊണ്ട് പറ്റും എന്ന് അവർക്ക് ഫീലിംഗ് ഉള്ള കുട്ടികൾക്ക് ഗൂഗിൾ ഫോം വെച്ച് ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു അനാലിസിസും കൂടി നമുക്ക് 3.4-ൽ വെക്കാം. ഇറ്റ്സ് പ്യൂർലി ഓപ്ഷണൽ, നോട്ട് അറ്റ് ഓൾ കമ്പൽസറി. അത് ഗൈഡിന്റെയും കൂടി പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് സെക്കൻഡറി ഡാറ്റയാണ് വരുന്നത്. ഇഫ് പോസിബിൾ പ്രൈമറി ഡാറ്റ കുഡ് ബി എൻഷുർഡ് യൂസിങ് ടെലിഫോണിക് ഓർ ഓൺലൈൻ ഇന്റർവ്യൂസ് ഓർ ക്വസ്റ്റനെയർ ത്രൂ ഗൂഗിൾ ഫോംസ്. ലാസ്റ്റ് നമുക്ക് വരുന്നതാണ് കൺക്ലൂഷൻ. അതായത് മൊത്തത്തിൽ നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു 1 പേജ് കൺക്ലൂഷൻ കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയാണ്. ഒരു ജസ്റ്റ് എല്ലാത്തിന്റെ ഒരു ബ്രീഫ് സമ്മറി നമ്മളൊരു 1 പേജിൽ കൊടുക്കുക. ലാസ്റ്റ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് ആണ്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ സൈറ്റിൽ നിന്ന് ഓരോന്ന് കോപ്പി ചെയ്യുമ്പോഴും നമ്മൾ നിങ്ങളുടെ മീറ്റിംഗ് ലിങ്ക് ഒക്കെ വരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു റെഫറൻസ് ലിങ്ക് അവിടെ വരുന്നുണ്ട്. നമ്മൾ ആ സെർച്ച് ചെയ്യുന്നതിന്റെ അവിടെ നമ്മൾ വരുന്നുണ്ട്, ഒരു ലിങ്ക് വരും. ആ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങളാ എന്താ പറയാ, നിങ്ങൾ എന്താണോ നിങ്ങൾ കോപ്പി ചെയ്ത് ആ വേർഡ് ഡോക്യുമെന്റിലേക്ക് എഴുതുന്നത്, അതേ സമയം തന്നെ അടുത്ത പ്രാവശ്യം അടുത്ത ടോപ്പിക് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ്, സെർച്ചിൽ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ URL കോപ്പി ചെയ്ത് റെഫറൻസിലേക്ക് ഇട്ടിരിക്കണം. റെഫറൻസിന് വേണ്ടി വേറൊരു വേർഡ് ഡോക്യുമെന്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തിടുക. ഓരോ പ്രാവശ്യം നിങ്ങൾ ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്ത് വേർഡ് ഡോക്യുമെന്റിലേക്ക് ഡോക്യുമെന്റ് പേസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ആ URL കോപ്പി ചെയ്ത് നിങ്ങൾ റെഫറൻസ് പേജിലേക്ക് കൂടി ഇടുക. കാരണം ലാസ്റ്റ് പിന്നെ ഇതെല്ലാം കൂടി ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നില്ല, നമ്മൾ മറന്നു പോകും ഏത് സൈറ്റിൽ നിന്നാണ് നമ്മൾ എടുത്തതെന്നുള്ളത് നമ്മൾ ഓർക്കൂല. കാരണം ആ URL കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എവിടെ നിന്നാണോ നിങ്ങൾ കോപ്പി ചെയ്തത് അത് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അപ്പൊ തന്നെ അത് കോപ്പി ചെയ്ത് നമ്മൾ റെഫറൻസിലേക്ക് ഇടണം. അതാണ് നിങ്ങളുടെ ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും വരെയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു സ്ലൈഡിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ചോദിക്കാം. ഹലോ മാം, ഗൂഗിൾ ഫോമിന്റെ കാര്യം പറഞ്ഞില്ല, അത് എങ്ങനെയാണ് സംഭവം? ഗൂഗിൾ ഫോമില് സാധാരണ നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് നമ്മൾ നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ക്വസ്റ്റനെയർ നമ്മൾ പ്രിപ്പയർ ചെയ്യും. നിങ്ങൾക്ക് അറിയാലോ, റിസർച്ച് മെത്തഡോളജി ഒക്കെ പഠിച്ച കുട്ടികളാണ് ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യും. അത് ഗൂഗിൾ ഫോം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് നമ്മൾ ഓരോരുത്തർക്ക് കൊടുത്തിട്ടാണ് അത് ആൻസർ ചെയ്യിക്കുന്നത്. ഇതിപ്പോ നമുക്ക് അതിന് പോയി ചെയ്യാനോ ആളുകളെ പേഴ്സണലി മീറ്റ് ചെയ്യാനോ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒരു ഗൂഗിൾ ഫോം നമ്മൾ ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലേക്ക് എഴുതുക. നമ്മൾ നിങ്ങളുടെ സീനിയർ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, സീനിയേഴ്സിന്റെ പ്രോജക്ട് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം, അതിന്റെ ബാക്കിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടാവും. അതായത് അത് പ്രൈമറി ഡാറ്റ കളക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഹലോ മാം, അല്ല നമ്മള് കമ്പനി പോയി ചെയ്യുവാണെന്നുണ്ടെങ്കിലോ, ക്വസ്റ്റനെയർ കൊടുത്ത് ചെയ്യുവാണെങ്കിലും കുഴപ്പമില്ലല്ലോ? കമ്പനി പോയി ചെയ്യാൻ MG യൂണിവേഴ്സിറ്റി പെർമിറ്റ് ചെയ്യുന്നില്ല. കാരണം അത് പിന്നെ ഒരു ഇഷ്യൂലേക്ക് വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട്. കാരണം ഇപ്പൊ കൊറോണ കൺട്രോളിലല്ലല്ലോ ഇപ്പോഴും. അതുകൊണ്ട് തന്നെ കമ്പനി പോകാനായിട്ടുള്ള ഒരു പെർമിഷൻ MG യൂണിവേഴ്സിറ്റി അഡ്വൈസ് ചെയ്യുന്നില്ല. പിന്നെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിസ്കിൽ മാത്രമായിരിക്കും. യൂണിവേഴ്സിറ്റി ഒരിക്കലും ഒരു ഫാക്കൽറ്റിയും അത് പറയില്ല നിങ്ങളോട് കമ്പനി പോകാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ വെച്ച് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിസ്കിലാണ്. അതിന് യൂണിവേഴ്സിറ്റിയോ ഫാക്കൽറ്റിയോ ആരും റെസ്പോൺസിബിൾ ആയിരിക്കില്ല.
അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിന്റെ പേരിൽ വരുന്ന കോൺസിക്വൻസസ് നിങ്ങൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. മാം ഇതിനകത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി നോക്കണ്ടേ? ഒബ്ജക്റ്റീവ്സ് ഒന്നും നമ്മൾ തൽക്കാലം നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല. കാരണം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന്റെ പുറകെ ബാക്കി കുറെ റിസർച്ച് മെത്തഡോളജിയിൽ വരുന്ന കുറെ കാര്യങ്ങളില്ലേ, വരുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്താ പറയാ, റിസർച്ച് എല്ലാ കാര്യങ്ങളും സാമ്പിളിങ് മറ്റേത് അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റീവ്സ് അങ്ങനെ ഒരു ഇലാബറേറ്റഡ് സ്റ്റഡിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡാറ്റ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരില്ലേ. അത് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമുക്കിപ്പോ ഉണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നില്ല. ഈ സെക്കൻഡറി ഡാറ്റ വെച്ചുകൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്തെങ്കിലും ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അത് സെറ്റ് ചെയ്യാം, സെക്കൻഡറി ഡാറ്റ വെച്ചുകൊണ്ട് മാത്രം. അപ്പൊ മിസ്സേ നമ്മുടെ തേർഡ് സെം പ്രോജക്റ്റ് പോലെ തന്നെ ആവുമല്ലേ ഇതും? തേർഡ് സെമ്മിന്റെ പ്രോജക്റ്റ് പോലെ ആവുന്നില്ല. ഇന്നുള്ള വ്യത്യാസം വരുന്നത് ഇവിടെയാണ്. 3.1 നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ പറയുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിംഗിലോ ഫിനാൻസിലോ ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത് കമ്പനിയാണ്, അത് തന്നെയാണ്. അത് ജനറൽ ആയിട്ട് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ വെക്കുക. അതായത് ടു ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിങ് ഇൻ ഗൂഗിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ടോപ്പിക്, അതാണ് നമ്മളുടെ ടോപ്പിക് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെയും നമ്മൾ ഓർഗനൈസേഷൻ സ്റ്റഡി എന്നല്ല പറയുന്നത്, അതാണ് നമ്മൾ ഈ കമ്പനിയുടെ ബേസ് ചെയ്ത്, കമ്പനിയിൽ ഏതാണോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അതാണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൈൻഡിങ്സും കോൺട്രിബ്യൂഷൻസും ആണ് നമ്മൾ പറയുന്നത്. അതൊരൊറ്റ ഒബ്ജക്റ്റീവേ നമുക്കിവിടെ വെക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ഒബ്ജക്റ്റീവ്സ് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ കളക്ഷൻ ബുദ്ധിമുട്ടായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ കളക്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റണം, സെക്കൻഡറി ഡാറ്റ തന്നെ. ഈ ഓൺലൈൻ റിസോഴ്സസ് അല്ലാതെ നമുക്ക് ഈ ബിസിനസ് ബുള്ളറ്റിൻസ് അതുപോലെയുള്ള ഇപ്പൊ റിട്ടേൺ തീർച്ചയായിട്ടും എനി സെക്കൻഡറി ഡാറ്റ യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ. നമ്മൾ കമ്പനി പോകണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബിസിനസ് ബുള്ളറ്റിൻസും എനി സെക്കൻഡറി ഡാറ്റ ക്യാൻ ബി പ്രിന്റഡ് മാറ്റർ, എനിത്തിങ് യു ക്യാൻ റെഫർ. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ അതിന്റെ റെഫറൻസ് ബിബ്ലിയോഗ്രഫിയിൽ അതിന്റെ റെഫറൻസ് കാണിക്കണമെന്നേ ഉള്ളൂ, ചെയ്യാൻ പറ്റും. സെക്കൻഡറി ഡാറ്റ എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, കമ്പനിയിൽ പോകണ്ട എന്ന് മാത്രമാണ് MG യൂണിവേഴ്സിറ്റി പറയുന്നത്. ഈ കണ്ടന്റിനെ കുറിച്ച് അതിന്റെ ലെങ്ത് എത്രയായിരിക്കണം? ഐ മീൻ എത്ര പേജസ് കാണണം? അങ്ങനെ മിനിമം 50 പേജസ് ആണ് പറയുന്നത്. മാക്സിമം നമുക്കൊരു 60-70 വരെയൊക്കെ പോകാം. മിനിമം 50 പേജസ്. ഓരോ ചാപ്റ്ററിനും അങ്ങനെ പറയുന്നുണ്ടോ മാം? ഇല്ല, ചാപ്റ്ററിന് നമ്മളൊരു ലോജിക്ക് വെച്ച് കുട്ടികളോട് പറഞ്ഞാൽ മതി. നമ്മൾ അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നില്ല ഇത്ര എന്ന് പറയാം. എന്തായാലും ചെയ്ത് വരുമ്പോ സെക്കൻഡറി ഡാറ്റ കോപ്പി പേസ്റ്റ് ചെയ്ത് വരുമ്പോ അത്രയൊക്കെ ആവും. നമ്മള് ഇത് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് ചെയ്ത് വരുമ്പോഴേക്കും അത്രയാവും. എക്സ്ക്യൂസ് മീ മാം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ, ഈ ഒരു ഫോമാറ്റ് തന്നെ ചൂസ് ചെയ്യണ്ടേ നമ്മള്? കാരണമാണ് MG യൂണിവേഴ്സിറ്റി ഈ ഒരു കൊല്ലത്തേക്ക് ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ തരുമ്പോ നമ്മള് യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈനിലല്ലേ പോവാൻ പാടുള്ളൂ. അപ്പൊ ഇത് തന്നെ നമ്മളത് ഇതിലേക്ക് തന്നെ പോകണം. കാരണം കമ്പനി പോവാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മളത് അഡോപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കുട്ടികളെ വിടുക എന്ന് പറയുന്നത് റിസ്ക് ഉള്ള ഒരു കാര്യമല്ലേ. മാർക്കറ്റിംഗിന്റെ ഒരു ടോപ്പിക് ആണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് ഒരു ഗൂഗിൾ ഫോം വെച്ച് ഡാറ്റ കളക്ട് ചെയ്യാലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അഡ്വർടൈസ്മെന്റ് ഇഫക്റ്റീവ്നെസ് അത് നമ്മൾ കമ്പനി പോയി ചെയ്യാതെ സ്റ്റുഡൻസിനോട് ഗൂഗിൾ ഫോം വെച്ച് അഡ്വർടൈസ്മെന്റ് ഇഫക്റ്റീവ്നെസ് തീർച്ചയായിട്ടും സർ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് പറയുന്നത്, ഇഫ് പോസിബിൾ പ്രൈമറി ഡാറ്റ കുഡ് ബി എൻഷുർഡ് യൂസിങ് ടെലഫോണിക് ഓർ ഓൺലൈൻ ഇന്റർവ്യൂസ് ഓർ ക്വസ്റ്റനെയർ ത്രൂ ഗൂഗിൾ ഫോംസ് നമ്മൾ പറയുന്നത്. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം എന്ന് തന്നെയാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞത്, ഇഫ് പോസിബിൾ. പിന്നെ കമ്പൽസറി ആയിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം HR ഒക്കെ ആവുമ്പോൾ പിന്നെ എംപ്ലോയീസിന്റെ അടുത്ത് വേണം. ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം അഡ്വർടൈസ്മെന്റിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ. ഇവാലുവേഷൻ ചാപ്റ്റർ നമുക്ക് അങ്ങനെ ഓർമ്മയില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രൈമറി ഡാറ്റയിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചൊരു ഇവാലുവേഷൻ ചെയ്യേണ്ടായിരിക്കും. കാരണം കിട്ടിയ ഡാറ്റ നമ്മൾ കാണിക്കണമല്ലോ, നമുക്ക് ഇത്രയും ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രൈമറി ഡാറ്റയിലേക്ക് പോകുമ്പോൾ നമ്മൾ പിന്നെ അതിന്റെ സാമ്പിൾ സൈസ് കാണിക്കണം, പിന്നെ അതുപോലെ തന്നെ അനാലിസിസ് കാണിക്കണം, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എല്ലാം നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ 3.4 അത് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ മാത്രമേ അത് ചെയ്യാൻ നമ്മൾ പറയുന്നുള്ളൂ. കാരണം പ്രൈമറി ഡാറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡാറ്റ അനാലിസിസ് മസ്റ്റ് ആവില്ലേ മാം.
അതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ പറയുന്നത്. അതപ്പോ നമ്മൾ ഗൂഗിൾ ഫോമിലൂടെ കളക്ട് ചെയ്താലേ നമുക്ക് അനാലിസിസ് നടത്തേണ്ടി വരികയല്ലേ? നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അല്ലേ? അവോയ്ഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അത് കമ്പൽസറി. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് അടിച്ചേൽപ്പിക്കുന്നില്ല. ഇഫ് പോസിബിൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ടെക്സ്റ്റിന് സൈസ് ഒക്കെ വേണമെന്ന് ബിജു സാറ് പറഞ്ഞായിരുന്നു. അതിന്റെ അതാണ് ഇത് പറയുന്നത്. ഗൈഡ് ലൈൻസ് ഫോർ റിപ്പോർട്ട് സബ്മിഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇപ്പൊ നമ്മള് ഇനി എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് എഴുതുന്നത് എന്നുള്ളത്. The candidate shall submit periodic working reports through email to the faculty guide in the institution and external guide if any in the industry or organization. Periodic reviews and discussions are കമ്പൽസറി. ഇപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈനർ പ്രോജക്റ്റിന്റെ തന്നെ അതേ ഗൈഡ് ലൈൻ തന്നെയാണ്, അതും ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് തന്നെ ഇങ്ങോട്ടാണ് കോപ്പി ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഏത് ഗൈഡാണോ നമ്മളെ കോളേജിൽ നമ്മളെ ഫാക്കൽറ്റി ഗൈഡ് ആരാണോ അവരോട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് അവർക്ക് നമ്മൾ ചെയ്ത്, അപ്പൊ ചാപ്റ്റർ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ 1 നമ്മൾ നമ്മുടെ ഗൈഡിന് അയച്ചു കൊടുക്കുക, മെയിൽ ചെയ്ത് കൊടുക്കുക. അത് മെയിലിൽ കൂടി തന്നെ അവരത് കറക്റ്റ് ചെയ്ത് തരും. അപ്പോ എന്താ പറയാ, അതങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത്, നിങ്ങൾ കോപ്പി ചെയ്ത് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മൾ വേർഡ് ഡോക്യുമെന്റിലേക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ പല ഫോണ്ടിലായിരിക്കും, പല സൈസിലായിരിക്കും, ചിലപ്പോൾ കളർ തന്നെ മാറിയിട്ട് നീല, പച്ച, ചുമപ്പ്, ഇതങ്ങനെ പല കളറിലൊക്കെ ആയിരിക്കും വരുന്നത്. അലൈൻമെന്റ് വ്യത്യാസമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഗൈഡിന് അയക്കുന്നതിന് മുമ്പ് സ്റ്റുഡൻസ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. Ctrl+A അടിച്ച് മൊത്തം സെലക്ട് ചെയ്യുക. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫോണ്ട് ക്യാംബ്രിയാണ്. കാരണം എപ്പോഴും നമ്മൾ ടൈംസ് ന്യൂ റോമൻ ആണ്. ഇത്തവണ MBA-കാരൊക്കെ ക്യാംബ്രിയ ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ ഗൈഡ് ലൈനിൽ ക്യാംബ്രിയാണ് പറഞ്ഞത്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാംബ്രിയ തന്നെ ഇട്ടത്. അപ്പോ മൊത്തം Ctrl+A അടിച്ച് മൊത്തം ഡോക്യുമെന്റ് നിങ്ങൾ എത്ര കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും നമ്മൾ Ctrl+A അടിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് ക്യാംബ്രിയ ഇട്ട് കൊടുക്കുക. സെലക്ഷൻ കളയാതെ തന്നെ ഫോണ്ട് സൈസ് 12 ആക്കി കൊടുക്കുക. സെലക്ഷൻ കളയാതെ തന്നെ നമ്മൾ 1.5 സ്പേസിങ് ഇട്ട് കൊടുക്കുക. അപ്പൊ തന്നെ അതിനൊരു വൃത്തി വരും. പിന്നെ അതുപോലെ തന്നെ കളർ പല കളറിലുള്ള സാധനമാണ് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് പല കളറിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എല്ലാം ഈ സെലക്ഷൻ കളയാതെ തന്നെ ബ്ലാക്ക് കളർ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അണ്ടർലൈൻ ഒക്കെ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ഒക്കെ കളയുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ ജസ്റ്റിഫൈ ചെയ്യുക. അതായത് രണ്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേപോലെ ഇരിക്കണം. ഇങ്ങനെ പോയട്രി എഴുതുന്ന പോലെ കയറി ഇറങ്ങി ഇരിക്കരുത്. ജസ്റ്റിഫൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നല്ല ഒപ്പമായിട്ട് നിങ്ങൾ നിൽക്കും. അപ്പൊ അതിനെ കാണാൻ തന്നെ നല്ല മൊഞ്ചായിട്ട് നല്ല വൃത്തിയിൽ അത് അങ്ങനെ ഇരിക്കുകയും ചെയ്യും. അപ്പോ അത് അങ്ങനെ വേണം നമ്മളിത്, എന്നിട്ട് വേണം നിങ്ങളിത് ടീച്ചേഴ്സിന് കൊടുക്കാൻ. അതായത് ഒരിക്കലും അത് ഫാക്കൽറ്റീസിന്റെ ഉത്തരവാദിത്വമല്ല. നിങ്ങൾ എന്തെങ്കിലും സാധനം കുറെ വെബ്സൈറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫോർമാറ്റിംഗ് ചെയ്യുന്ന ജോലി ടീച്ചേഴ്സിന്റെ അല്ല. അതൊരിക്കലും ടീച്ചേഴ്സ് എന്റർടൈൻ ചെയ്യരുത്. അവരോട് തന്നെ അവർ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്ത സാധനമാണ്. Ctrl+A സെലക്ട് ചെയ്ത് ഫോണ്ട് ക്യാംബ്രിയ സെക്കൻഡ് ഇതിൽ പറയുന്നുണ്ട്, ദ ഇൻഡസ്ട്രിയൽ പ്രോജക്ട് റിപ്പോർട്ട് ഷാൽ ബി ടൈപ്ഡ് ഇൻ ക്യാംബ്രിയ ഫോണ്ട് ബൈ യൂസിങ് 12 ഫോണ്ട് സൈസ് വിത്ത് 1.5 സ്പേസിംഗ്. അതുപോലെ തന്നെ ഓൾ ചാപ്റ്റർ ഹെഡിങ് ഷാൽ ബി ഇൻ ഫോണ്ട് സൈസ് 14 ഇൻ ബോൾഡ്. അപ്പൊ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് നമ്മൾ 14 ആണ്. ഓൾ മെയിൻ ഹെഡിങ്സ് അതായത് 1.1 1.2 1.3 എന്ന് കൊടുക്കുന്നത് ഷാൽ ബി ഇൻ ഫോണ്ട് സൈസ് 12 ഇൻ ബോൾഡ് ആൻഡ് ഓൾ സബ് ഹെഡിങ്സ്. ഈ 1.1ന്റെ താഴെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഹെഡിങ്സ് വരികയാണെങ്കിൽ അതിനെ ബോൾഡ് ചെയ്യാതെ വെറുതെ 12 ഫോണ്ട് സൈസ്. ദെൻ കവർ പേജ് ഓഫ് ദ റിപ്പോർട്ട് ഷാൽ ബി, അത് ലാസ്റ്റ് എന്തായെങ്കിലും നമ്മൾ പ്രിന്റ് എടുക്കാൻ നമുക്ക് യോഗം ഉണ്ടെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ ലാസ്റ്റ് പ്രസ്സിലൊക്കെ പോകാനായിട്ട് നമുക്ക് യോഗം ഉണ്ടെങ്കിൽ നമുക്കത് ബ്ലാക്ക് ആൻഡ് കളറിൽ കോളേജ് എംബ്ലോക്ക് വെച്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് പ്രിന്റ് എടുക്കാം. പിന്നെ നമ്മള് the candidates are required to submit അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു സോഫ്റ്റ് കോപ്പി നമ്മൾ പ്രിപ്പയർ ചെയ്ത് that is required to submit a soft copy of the draft report of the industrial project to the faculty guide before the cut off date. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മാർച്ച് 31 വരെ സമയമുണ്ട്. എന്നാലും നമ്മളൊരു ഫെബ്രുവരി ലാസ്റ്റേക്ക് കട്ട് ഓഫ് ഡേറ്റ് കൊടുക്കുക. അങ്ങനെ പറഞ്ഞാലാണ് കുറച്ച് മടിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാർച്ച് ഒരു പകുതി ആകുമ്പോഴേക്കും അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നമുക്ക് എല്ലാം കറക്ഷൻ കഴിഞ്ഞ് കൊടുക്കാൻ പറ്റും. കാരണം എല്ലാം സോഫ്റ്റ് കോപ്പി ആയിട്ടാണ് വരുന്നത്. ഫാക്കൽറ്റി ഗൈഡ് വായിച്ച് കറക്റ്റ് ചെയ്യണം. പിന്നെ HODയും അത് അപ്രൂവ് ചെയ്യണം. Faculty guides, after corrections and suggested changes, shall direct the candidates to submit the report in the prescribed format as a PDF file. അപ്പൊ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ PDF ആക്കിയിട്ട് വേണം ഫൈനൽ ആയിട്ടൊരു സോഫ്റ്റ് കോപ്പി നമുക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു തരാൻ അല്ലെങ്കിൽ ഗൈഡിന് അയച്ചു കൊടുക്കാൻ. The head of the department shall verify all reports submitted by registered candidates. Students are also required to take a hard copy of the industrial project report with the project completion certificates from the college. നമ്മൾ നേരത്തെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു, കമ്പനിയിൽ നിന്ന് കിട്ടില്ല, ഗൈഡും
HOD സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റും അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. ഹാർഡ് കോപ്പി ഓഫ് ദ റിപ്പോർട്ട് ഹാസ് ടു ബി സൈൻഡ് ബൈ. അത് നമുക്ക് ലാസ്റ്റ് വെക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്ത് ഇതെല്ലാം ആക്കിയിട്ട് നമ്മൾ കൊടുക്കണം കോളേജിൽ. The evaluation of the industrial project shall be based on the criteria. അത് നിങ്ങൾക്ക് ലാസ്റ്റ് ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇവാലുവേഷൻ ഫോർമാറ്റ് നമ്മുടെ ടീച്ചേഴ്സ് ഗ്രൂപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ. അത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. there won't be any external evaluation. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് 100ൽ. The headline can be a study on such and such topic. അവിടെയാണ് 3.1ലെ ടോപ്പിക് എഴുതുക at such and such company. അപ്പൊ കമ്പനിക്കും ടോപ്പിക്കിനും ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട്. ഇനി ചോദിച്ചോളൂ. അപ്പൊ ഇത്രയും വരെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്ലൈഡ്സ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ഹലോ മാം ക്വസ്റ്റ്യനെയർ നിർബന്ധമുണ്ടോ? ക്വസ്റ്റ്യനെയർ നിർബന്ധമുണ്ടോ? പ്രിപ്പയർ ചെയ്യുമ്പോൾ നിർബന്ധമില്ല, തീർച്ചയായും ഒട്ടും നിർബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതായത് ഇഫ് പോസിബിൾ എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇഫ് 3.4ൽ ആ ഒരു ക്രൈറ്റീരിയയിൽ അവിടെ സജഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് എഴുതേണ്ടത്. കോൺട്രിബ്യൂഷൻസ് ബൈ ദ സ്റ്റുഡന്റ് എന്ന് പറയുന്നതാണ് സജഷൻസ്. അവിടെ നമ്മൾ പറയുന്നുണ്ട് that is if possible primary data could be ensured using telephonic or online interviews or questionnaire through Google Forms. അവിടെ if possible എന്ന് പറയുന്നുണ്ട്, അതായത് പറ്റുന്നവര് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കമ്പൽസറി. ഹലോ മാം, 3.4 എന്ന് പറയുന്ന പോർഷൻ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാത്തൊരു കുട്ടിക്ക് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും അവിടെ ആ കുട്ടിയുടെ സജഷൻസ് എഴുതാം. അവിടെയാണ് 3.4ലാണ് കോൺട്രിബ്യൂഷൻസ് ബൈ ദ സ്റ്റുഡന്റിൽ കുട്ടീന്റെ സജഷൻസ് എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ സാധാരണ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഫൈൻഡിങ്സും സജഷൻസും അതിന്റെ ഒരു ഭാഗമാണ്. അവിടെ നമ്മൾ ഫൈൻഡിങ്സിലാണ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് ദ കമ്പനി ആൻഡ് ഇൻഡസ്ട്രിയും ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് ദ ലിറ്ററേച്ചറും. കോൺട്രിബ്യൂഷൻസ് ഇനി ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയോട് കുട്ടിക്ക് എന്തൊക്കെ സജസ്റ്റ് ചെയ്യാം, കാരണം നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചു, അതിനുശേഷം അതൊന്നുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആ കമ്പനിക്ക് വേണ്ട സജഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ വരുന്ന കോൺട്രിബ്യൂഷൻസിൽ വരുന്നത്. അവിടെ തന്നെ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാമെന്ന് പറയുന്നത്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടും കമ്പൽസറി അല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ അത് അത്ര ഇലാബറേറ്റ് ആയിട്ട് പോകാത്തത്. കാരണം അതിലേക്ക് ഇലാബറേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പഴയ പ്രോജക്റ്റ് പോലെ തന്നെ ആയിപ്പോകും. ഐ മീൻ നമ്മൾ പിന്നെ ഡാറ്റ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, വീണ്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് പോകും. അപ്പൊ ഇത്രയും വരെ എത്തി അവസാനിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ ആൻഡ് സേഫ്. എനി ഡൗട്ട്? മാം, നമ്മുടെ ചാപ്റ്ററൈസേഷൻ ഗ്രൂപ്പ് ടീച്ചേഴ്സിന് തീർച്ചയായിട്ടും ഇട്ടുതരും, നമ്മൾ ഇട്ടുതരും കേട്ടോ. നമ്മൾ ഈ പറയുന്ന ചാപ്റ്ററൈസേഷൻ ഡോക്യുമെന്റ് ഗ്രൂപ്പിൽ എന്തായാലും ഇടും. ഞാനിത് കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ച് എന്തായാലും ഇട്ട് തരാം കേട്ടോ. മാം ഗ്രാഫ്, പൈ ചാർട്ട് അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഗൈഡ് ലൈനിലേക്ക് പുറത്തേക്ക് പോകും. കാരണം നമ്മൾ ഈ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യണവർക്കാണ് പിന്നെ ഈ ഡാറ്റ അനാലിസിസും പൈ ചാർട്ടും ഇന്റർപ്രിട്ടേഷനും. അതുകൊണ്ട് അത് അഡ്വൈസ് ചെയ്യുന്നില്ല. പിന്നെ ആരെങ്കിലും അങ്ങനെ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ മാത്രം അവര് നമ്മളത് ഡിസ്കറേജ് ചെയ്യുന്നുമില്ല. ആർക്കെങ്കിലും അങ്ങനെ ഇലാബറേറ്റഡ് ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്ന് ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതും ശരിയല്ലല്ലോ. ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം അങ്ങനെ ആ കുട്ടി അത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴയ പ്രോജക്ട് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അതിന്റെ കൂടെ വരണം. കാരണം ഡാറ്റ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഫൈൻഡിങ്സ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സജഷൻസ് എല്ലാം നമ്മൾ വരും. അപ്പൊ നമുക്ക് ഈ പൈ ചാർട്ടും ബാർ ചാർട്ടും ഒക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അത്രയ്ക്കൊരു ഇതില് പോകണ്ട എന്നുള്ളതാണ് എന്റെ ഒരു സജഷൻ. പിന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടീച്ചേഴ്സ് ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല. ഓക്കെ മാം. അപ്പോ റിപ്പോർട്ട് എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്ന ലാസ്റ്റ് വരുമ്പോ? അത് നിങ്ങളാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഞാൻ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന വർക്ക് ഒക്കെ ഇതിൽ നമ്മൾ ആദ്യം അത് ചെയ്തു. കമ്പനി പ്രൊഫൈൽ, ഇൻഡസ്ട്രി പ്രൊഫൈൽ, കമ്പനി പ്രൊഫൈൽ ഇതെല്ലാം ഇത് ചെയ്തു. അതിനുശേഷം കമ്പനിയെ പറ്റിയിട്ടുള്ള എന്റെ ഇംപ്രഷൻസ് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ടോപ്പിക്, അത് ആ കമ്പനിയിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു വിഷയത്തിനെ പറ്റി, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിക്കുന്നതാണെന്നാണ്. ഞാനെന്ന് പറയണ്ട, ഐ എന്നുള്ള ഫോം ഒരിക്കലും നമ്മൾ റിപ്പോർട്ടിൽ വെക്കാറില്ല.
സോ ഐ മീ യു എന്നുള്ളതൊന്നുമല്ല, റിപ്പോർട്ട് ഇംപേഴ്സണൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് എന്താ പറയാ നന്നായി, ഐ മീൻ ഈ ടോപ്പിക് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. എനിക്കില്ല കേട്ടോ, ഞാൻ പറയുമ്പോ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഐന്ന് ഒന്നും ഒരിക്കലും ഒരു റിപ്പോർട്ടിൽ വെക്കരുത്. ഐ യു വി അങ്ങനെ എന്നുള്ളതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മള് ജനറൽ ആയിട്ട് എഴുതുക. എന്താ പറയാ ഇഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിങ് ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ഇതായിട്ട് വന്നിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ എഴുതിയതിന്റെ ഒക്കെ ഒരു നട്ഷൽ, ഒരു സമ്മറി പോലെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. അതൊരു ജസ്റ്റ് ഒരു 1 പേജ്, അത്രയും നേരെ എഴുതിയതിന്റെ ഒരു ജസ്റ്റ് ഒരു 1 പേജ് സെന്റൻസ് ഒക്കെ ഇത്തിരി ഡിഫറെന്റ് ആക്കിയിട്ട് നമ്മളൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇത്ര നേരം ചെയ്തത് നമ്മളിങ്ങനെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു പോരുമല്ലായിരുന്നു. മാം ലാസ്റ്റ് ടൈം നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ പ്രൊജക്ട് ചെയ്ത, മൈനർ പ്രൊജക്ട് വന്നപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റഡി ഓൺ ദ ബേസിസ് ഓൺ ദിസ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് ജസ്റ്റ് ഒരു സ്റ്റഡി ഓൺ നമ്മുടെ ടോപ്പിക് വരുമോ? അപ്പോൾ ഈ കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ ചെയ്തത് ഇവരുടെ ബാച്ചിന്റെ, അതായത് ഈ 2018 അഡ്മിഷന്റെ മൈനർ പ്രോജക്റ്റ് ആയിട്ടാണ്. അതും അവരുടെ സീനിയർ ബാച്ചിന്റെ മൈനർ പ്രോജക്റ്റ് ആയിട്ടാണ് ചെയ്തത്. അതൊന്നും നമ്മൾ യാതൊരു ബന്ധമില്ല. അല്ല മാം, അപ്പൊ ഞാൻ ആ ടൈറ്റിൽ എന്താ വരുന്നേന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളപ്പോ ടോപ്പിക് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യണം ഇത്തവണയും. ടൈറ്റിൽ നമ്മൾ പറഞ്ഞല്ലോ, ടൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹെഡിങ് ക്യാൻ ബി ആ സ്റ്റഡി ഓൺ എന്നാണ് ടോപ്പിക് വരുന്നത്. ലാസ്റ്റ് സെന്റൻസ് നമ്മൾ അതാണ് വരുന്നത്. ഹെഡിങ് ക്യാൻ ബി ആ സ്റ്റഡി ഓൺ എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിങ് അറ്റ് ഗൂഗിൾ ഇൻകോർപ്പറേറ്റ്, അല്ലെങ്കിൽ ഏതാന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വേണം നമ്മളത് ചെയ്തു പോകാനായിട്ട്. അങ്ങനെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി വരുന്നില്ല. കമ്പാരിറ്റീവ് സ്റ്റഡി ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത മൈനർ പ്രോജക്റ്റിന് പോലും എടുത്തിട്ടില്ല. നമ്മളവിടെ ഒരു ഓർഗനൈസേഷൻ സ്റ്റഡി ആയിട്ടിരിക്കുന്നത്. ഇത് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഗൈഡ് ലൈൻസ് ആണ്. ഇതിനി അടുത്ത കൊല്ലം യൂസ് ചെയ്യുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, പറഞ്ഞോളൂ. അടുത്ത പ്രൊജക്ട് ക്വസ്റ്റ്യനെയർ കഴിഞ്ഞിട്ടാണ് ബിബ്ലിയോഗ്രഫി ഒക്കെ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനെയറിന് പകരം നമ്മൾ കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് നേരെ ബിബ്ലിയോഗ്രഫി ചെയ്യാനാണ്. കൺക്ലൂഷൻ കഴിഞ്ഞ് നമ്മൾ റെഫറൻസ് അല്ല ലിങ്ക് കോപ്പി, നമ്മൾ ലിങ്ക് എപ്പോഴും നമ്മൾ എപ്പോ സെർച്ച് ചെയ്യാൻ നമ്മൾ സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഈ ഡോക്യുമെന്റ് കോപ്പി ചെയ്യാനും നമ്മൾ ഒരു വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക, റെഫറൻസ് കോപ്പി ചെയ്തിടാനും ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. ആ റെഫറൻസിന്റെ സെയിം ഡോക്യുമെന്റ് തന്നെ നമ്മൾ എപ്പോഴും അത് ഓപ്പൺ ചെയ്തിട്ടേക്കണം. എന്നിട്ട് ഈ ലിങ്ക് നമ്മൾ ഏതാണോ നമ്മൾ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നത് അപ്പൊ തന്നെ നമ്മൾ അതിന്റെ URL റെഫറൻസിലേക്കും കോപ്പി ചെയ്തിടുക. അതാണ് നമ്മൾ ലാസ്റ്റ് റെഫറൻസ് ഇതിൽ കൊടുക്കുന്നത്. ഇനി ഏതെങ്കിലും കുട്ടികൾ ബിസിനസ് മാഗസീൻസോ ജേർണൽസോ എന്തെങ്കിലും നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് റെഫറൻസ് എങ്ങനെയാ കൊടുക്കുന്നത് എന്നുള്ള ഫാക്കൽറ്റീസിനൊക്കെ അറിയാം. ഓതറിന്റെ പേര്, ഇയർ, ആർട്ടിക്കിളിന്റെ പേര്, എന്താ പറയാ ഏത് ജേർണൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ പേര്, പേജ് ഇത്ര തൊട്ട് ഇത്ര എന്ന് പറയുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആ ഒരു ഫോമാറ്റ് ഇല്ലേ, നമ്മൾ റെഫറൻസിൽ കൊടുക്കുന്ന ഫോമാറ്റ്, ആ ഫോമാറ്റ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് അത് അവിടെ കൊടുക്കണം. അതല്ലാതെ നമ്മൾ നെറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്റർനെറ്റിൽ ആ URL എടുത്ത് അപ്പൊ തന്നെ കോപ്പി ചെയ്തിടണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ സെർച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത് കണ്ടുപിടിക്കാൻ പോകാൻ പോയാൽ എനിക്ക് കിട്ടാറില്ല. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ എടുക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മളത് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് നമുക്കത് അവിടെ കിടന്നോളും. അപ്പൊ നമ്മൾ എപ്പോഴൊക്കെ സെർച്ച് ചെയ്യാൻ വരണോ ആ ഡോക്യുമെന്റും കൂടി നമ്മളെ സൈഡിൽ ഓപ്പൺ ആക്കിയിടുക. ഓക്കെ, അപ്പൊ കൺക്ലൂഷൻ കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നത് റെഫറൻസ് ആ റെഫറൻസ് ആ ലിങ്കിന്റെ ആ പേജ് കൂടി അതിന്റെ കൂടെ വെക്കുക. അതും ഒന്ന് നന്നായിട്ട് ഫോമാറ്റ് ചെയ്ത് വെക്കുക. എല്ലാത്തിനും ഒരേ ഫോണ്ട്, സൈസ് ഒക്കെ എല്ലാം നല്ല പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല നീറ്റ് ആയിരിക്കണം. അല്ലാതെ നമുക്കറിയാം സൈറ്റിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ പല ഫോണ്ടും പല സൈസും ആകെ ഒരു ഇതായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെപ്പോഴും ഒരു യൂണിഫോമിറ്റി നമ്മൾ കൊടുക്കണം. അത് കൺട്രോളെ സെലക്ട് ചെയ്ത് എല്ലാം നമ്മൾ ഈ പറയുന്ന ഫോണ്ടിലേക്കും സൈസിലേക്കും മാറ്റണം, സ്പേസിംഗിലേക്ക്. മാം കമ്പനി പ്രൊഫൈലില് 9 സബ് ഹെഡ്സുകൾ, ആ സ്ലൈഡ് ക്ലിയർ ആയില്ല. കമ്പനി 9 ആണോ? അതിൽ കൂടുതലില്ലേ? കമ്പനി പ്രൊഫൈലില് 2.10 ഉണ്ട്. സ്പോട്ട് അനാലിസിസ് വരെ ഉണ്ട്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ ഓർഗനൈസേഷൻ, കൊളാബറേഷൻ. ഞാൻ ഇത് ടീച്ചർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഇടും. അവിടെ നിന്ന് നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ. അത് എന്തായാലും ഇടും, സ്പോട്ട് അനാലിസിസ് ഓഫ് ദ കമ്പനി. നമ്മളത് കാരണം ഇത് എന്തായാലും എഴുതിയൊന്നും ആരും എടുക്കണ്ട. നമ്മൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് എഴുതുന്നത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നോളൂ സ്റ്റുഡൻസിന്. എനി ഡൗട്ട്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോ? ബിന്ദു മിസ്?
ഓക്കെ മാം. ആരാ ചോദിക്കുന്നത്? എന്താ നീതു? ചോദിച്ചോളൂ. മിസ്, ഈ വീഡിയോ കുട്ടികൾക്ക് കാണാൻ എന്തെങ്കിലും നമുക്കൊരു ഓപ്ഷൻ ഉണ്ടോ? വീഡിയോ കൊച്ചിൻ കോളേജ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊച്ചിൻ കോളേജിലെ HOD ബിന്ദു മിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഇത് പിന്നെ യൂട്യൂബിൽ സ്ട്രീം വരുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ ലൈവ് സ്ട്രീം ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ തന്നെ അവര് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. കാരണം ഒത്തിരി പേര് യൂട്യൂബില് ലൈവ് സ്ട്രീമിംഗ് വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങള് കൊച്ചിൻ കോളേജിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫുൾ വീഡിയോ. അതൊന്ന് നമ്മുടെ ടീച്ചേഴ്സ് ഗ്രൂപ്പിലും കൂടി ഒന്ന് ഇട്ടേരെ കേട്ടോ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ കുട്ടികൾക്ക്. സ്ട്രീം വർക്ക് ചെയ്യുന്നില്ല യൂട്യൂബിൽ? വർക്ക് ചെയ്യുന്നില്ല. ഒരു കുട്ടികൾ പറഞ്ഞു വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അയ്യോ, കഷ്ടായി പോയല്ലോ. ഞാൻ പിന്നെ മൊബൈൽ ഫോൺ നോക്കിയിട്ടില്ല. എന്റെ പിള്ളേരെ ആണോ? എന്റെ സ്റ്റുഡൻസിനോട് പോലും ഞാൻ അതിൽ കയറാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ടെക്നിക്കൽ ഇഷ്യൂ ആണ് മാം. അത് ഞങ്ങൾ ചാനലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് അപ്ലോഡ് ചെയ്തോളാം വീഡിയോ. ഇത് ഞങ്ങൾ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. തീർച്ചയായും. മാം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമുക്ക് സബ്ജക്റ്റിൽ റെപ്പറ്റേഷൻ വരില്ല. നമ്മൾ ലിമിറ്റഡ്, നമ്മൾ ആകെ മാർക്കറ്റിങ്ങും ഫിനാൻസും HR നമ്മൾ ഒഴിവാക്കുമ്പം നമുക്ക് കുറച്ച് റെപ്പറ്റേഷൻ വരുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? റെപ്പറ്റേഷൻ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ പിള്ളേർ കോപ്പി ചെയ്യാനുള്ള ചാൻസ് ഓൾറെഡി ഇത് മൊത്തം കോപ്പി അല്ലേ മിസ്? സെക്കൻഡറി ഡേറ്റ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഒരു കുട്ടീന്റെ ഡേറ്റ വേറൊരു അവര് ഇപ്പൊ രണ്ടുപേരും ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോപ്പി ചെയ്യാനുള്ള ചാൻസ് കൂടുതലും. നമുക്കറിയാലോ, നമ്മുടെ മക്കളല്ലേ, നമുക്ക് എന്തായാലും അറിയാം അത് അവര് ചെയ്യും എന്തായാലും. അപ്പൊ മാക്സിമം അത് ഒഴിവാക്കാനായിട്ട് ഇപ്പൊ മാർക്കറ്റിംഗിലൊക്കെ തന്നെയാണെങ്കിലും ഒരുപാട് ടോപ്പിക് ഉണ്ടാവില്ലേ? മാക്സിമം ഒഴിവാക്കും. പിന്നെ തീരെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ പഴയ കുട്ടികളുടെയൊക്കെ ടോപ്പിക്സ് ഒക്കെ കുറെ ഉണ്ടാവും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ മാർക്കറ്റിംഗിലെ ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു നമുക്ക് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുത്തിട്ടാണെങ്കിലും മാക്സിമം നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. തീരെ ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം അതിലേക്ക് പോയാൽ മതി. അതാണ് അവരെ കൊണ്ട് കോപ്പി ചെയ്യിക്കാതിരിക്കുക. കോപ്പി ചെയ്യാണെങ്കിലും അവരൊരു യൂണീക്നെസ് കാണിക്കട്ടെ. സെക്കൻഡറി കാണിക്കാൻ അത്ര ഞാൻ പറയുന്നുള്ളൂ. വേറെ മാം HR ടോപ്പിക് എന്താ എടുക്കാൻ പറ്റാത്തെ? HR ടോപ്പിക് ഞാൻ എഴുതിയതാണ് മോളെ. നീലിമയാന്ന് തോന്നുന്നു അല്ലെ? നീലിമ മിസ് അല്ലേ? മിസ് ഞാനത് HR കൊടുത്തതാണ്. അപ്പം സൈറ്റില് ഡേറ്റ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ സൈറ്റിൽ ഡേറ്റ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് എടുക്കുന്നതിൽ ഒരു തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ എന്റെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ഓക്കെ. നിങ്ങൾ അപ്പൊ ഈ പറഞ്ഞ പോലെ ആൻസമ മിസ് അല്ലേ? മിസ്സും നീലിമ മിസ് ഒക്കെ പറയുന്ന പോലെ ഇപ്പൊ ഞാനും ഒരു HR കൂടുതലായിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. HR ഇഷ്ടമൊക്കെ ഉള്ള ടീച്ചറാണ്. അപ്പൊ ഡേറ്റ അവൈലബിൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ HR എടുക്കുന്നതിലും പ്രശ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവിടെ MBAയിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു. HR ഡേറ്റ കിട്ടാൻ പാടാണ് സൈറ്റിൽ നിന്ന്. അതിന്റെ ബേസിലാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈനിലൊന്നും അങ്ങനെ പറയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ ആ സൈറ്റിലെ ആ കമ്പനിയുടെ HR റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ കൂടുതൽ സൈറ്റിൽ അവൈലബിൾ ആണെങ്കിൽ എടുത്തോളൂ മിസ്. അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. കാരണം ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ആണ്. മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ടോപ്പിക്കും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ബിജു പുഷ്പൻ സാറ് നമുക്കറിയാലോ, നമ്മളെയൊക്കെ സീനിയർ ഒരു സാറാണ്. സാർ അങ്ങനെ ഒരു സജഷൻ പറയുമ്പോൾ ഞാൻ ഒരിക്കലും സാറിനോട് നോ പറയില്ല. അപ്പൊ അതുകൊണ്ടാണ് സാറ് പറഞ്ഞപ്പോ ഓക്കെ സാർ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ആസ് എ ഫാക്കൽറ്റി I feel it's good. If the data is available, you can always depend on HR topics. HR topics കിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് സാറ് പറഞ്ഞത്. സാറിനും അങ്ങനെ HR-നോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഡേറ്റ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് സാറും അത് പറഞ്ഞത്. അല്ലാതെ സാറും ഒരിക്കലും സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അല്ലാത്ത ഒരാളല്ല. എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബിന്ദു മിസ് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സൂര്യ, ഗൈഡ് ലൈൻസ് ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഇടില്ലേ PDF ആയിട്ട്? തീർച്ചയായിട്ടും PDF ഗൈഡ് ലൈൻസ് ഓൾറെഡി സാർ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ കേട്ടോ. നമ്മുടെ ബിജു പുഷ്പൻ സാർ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഗൈഡ് ലൈൻസ്. കണ്ടില്ലായിരുന്നോ? ഇട്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. ഞാൻ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ടേക്കാം. എനിക്ക് പ്രശ്നമില്ല. ഞാനിടാം. ആ PDF ഫയൽ
അവിടെ ഇടണോ സൂര്യ? ഇല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ ഇല്ലെങ്കിൽ അല്ല, ഇനിയിപ്പോ തപ്പിപ്പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി കുറച്ച് നാളായി, അതിനുശേഷം നമ്മൾ വേറെയും കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഗൈഡ് ലൈൻസ് വിട്ടേക്കാം, ഈ ചാപ്റ്ററൈസേഷന് വിട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടൂലോ. പറഞ്ഞോളൂ. എന്താ രാജ്മോഹൻ സർ? മിസ്സേ നല്ല സെഷൻ ആയിരുന്നു. അപ്പൊ ആകെ 3 ചാപ്റ്റർ നമുക്ക് വരുന്നുള്ളൂ അല്ലെ പുതിയ ഇത് പ്രകാരം? ഇൻഡസ്ട്രി പ്രൊഫൈല് ഡിസ്കഷൻ അല്ലേ? ഇൻഡസ്ട്രി പ്രൊഫൈൽ, കമ്പനി പ്രൊഫൈൽ, ഡിസ്കഷൻ, 4ാം ചാപ്റ്റർ കൺക്ലൂഷൻ ആണ്. 4ാമത്തെ ചാപ്റ്റർ കൺക്ലൂഷൻ കൂടി. അപ്പൊ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് പ്രൈമറി ഡാറ്റ ആരെങ്കിലും കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ ബയോഡാറ്റ വരുന്നുള്ളതുള്ളൂ. പിന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, കുട്ടികളെ കൂടെ നമ്മൾ ചെയ്യിച്ചിട്ടുള്ളതല്ലേ. ഡാറ്റ അനാലിസിസ് ഒന്നും വരുന്നില്ല അപ്പോഴേ? ഡാറ്റ അനാലിസിസ് പ്രൈമറി ഡാറ്റ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും. പ്രൈമറി ഡാറ്റ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. കോൺട്രിബ്യൂഷൻസ് വെച്ച് അവസാനിപ്പിച്ച് കൺക്ലൂഷൻ എഴുതി നമുക്ക് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ചാപ്റ്ററൈസേഷൻ ഞാൻ എന്തായാലും ഇടും. ഓക്കെ താങ്ക് യു മിസ്സേ, വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു മിസ്. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ മിസ്. താങ്ക് യു സ്വപ്ന മിസ്. താങ്ക് യു മിസ്. ഓക്കെ. ഒത്തിരി ഞങ്ങളുടെ ഒരു ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിനെ കുറിച്ച്, ഒരു ആൻസൈറ്റി. ഞാനതാ പറഞ്ഞ, ഒത്തിരി പേര് ഇങ്ങനെ സെപ്പറേറ്റ് വിളിച്ച് ചോദിക്കും മിസ്സേ ഇത് എങ്ങനാ ചെയ്യേണ്ടത്. അപ്പം കൊച്ചിൻ കോളേജുകാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ട് എനിക്കും വലിയ ഉപകാരമായി. നമുക്കിപ്പോ ആരെയും ഡിസ്കറേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറഞ്ഞു തരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ, എനിക്ക് തിരക്കാണ്, എനിക്ക് പറ്റില്ല എന്ന്. അത് നമ്മൾ ടീച്ചർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവരിങ്ങനെ ചെയ്തത് കൊണ്ട് എല്ലാവർക്കും ഒറ്റയടിക്കൊക്കെ പറഞ്ഞു കൊടുത്ത് സന്തോഷായി. താങ്ക് യു. ഞാനും ഹാപ്പിയാണ്. എന്ത് മിസ്സേ താങ്ക്സ് വൺസ് അഗൈൻ. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. മാമിന് അത്ര തിരക്കുണ്ടെന്ന് അറിയാം. അതിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതും നമ്മൾ മാത്രമല്ല, എൻജിനീയറിംഗിന്റെ കീഴിലുള്ള എല്ലാ കോളേജിലും ടീച്ചേഴ്സിനും ഇത് വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു സെഷൻ ആയിരുന്നു മാം. അപ്പൊ മെനി താങ്ക്സ്. നമുക്ക് താങ്ക്സ് പറഞ്ഞാലോ? ആരോ ഒരാള് എന്തോ പറയുന്നുണ്ട്. ഓക്കെ സ്വപ്ന മിസ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. സ്റ്റുഡൻസിനൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ഞാൻ ആൻസി മിഷനെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വെബിനാർ നടത്തി തരികയും ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് മാത്രമല്ല കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യണമെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കുറെ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് ബെറ്റർ വേയിൽ എങ്ങനെ ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു നല്ല വെബിനാർ എടുത്തു തന്ന ഞങ്ങളുടെ സ്വപ്ന മാമിന് ഒരുപാട് താങ്ക് യു പറയുന്നുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും കോളേജിന്റെ പേരിലും നന്ദി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വെബിനാർ നടത്താനായിട്ട് ഞങ്ങൾക്ക് പെർമിഷൻ തന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറിന് നന്ദി പറയുന്നു, ജയകുമാർ സാറിന് നന്ദി പറയുന്നു. അത് മാത്രമല്ല ഇതിന്റെ ഈ വെബിനാറിന്റെ പുറകിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയിട്ടുള്ള ബിന്ദു മാമിനും ഹിരൺ സാറിന്, ഹരികൃഷ്ണൻ സാറിന്, അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനും പിന്നെ ഓഫീസ് സ്റ്റാഫിനും എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വെബിനാർ ഇത്രയും സക്സസ് ആവാൻ കാരണം തന്നെ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും പാർട്ടിസിപ്പേഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് പങ്കെടുത്ത എല്ലാ ടീച്ചേഴ്സിനും ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒരുപോലെ താങ്ക് യു പറയണതാണ്. നിങ്ങളുടെ ഇനിയും കൊച്ചിൻ കോളേജ് നടത്തുന്ന വെബിനാറിൽ നിങ്ങളുടെ കോപ്പറേഷൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു മാം. താങ്ക് യു ബിന്ദു മിസ്സിന്റെ മാത്രമല്ല നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്. താങ്ക് യു ബിന്ദു മിസ്. ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാം സ്വപ്ന മാമിനെ അറിയാം. എപ്പോഴും ഞാൻ അത് വെച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. സ്വപ്ന മാം അത് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രൊജക്ട് പറയുമ്പോൾ എപ്പോഴും മാമിനെയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ മാമിനെ പറഞ്ഞപ്പോ തന്നെ നമുക്കൊരു പുതുമ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാം അതെ. പിന്നെ മാം നമുക്കിത് ഹോസ്റ്റ് ചെയ്യാൻ സഹായിച്ചത് നമ്മുടെ BCA HOD സാന്ദ്ര മിസ് ആണ്. നമുക്ക് യൂട്യൂബ് ലൈവ് സ്ട്രീം നല്ല രീതിയിൽ ഇന്നലെ ഞങ്ങൾ നോക്കിയതാണ്. അപ്പൊ അതൊക്കെ വർക്ക് ആയതായിരുന്നു. അപ്പൊ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ സാന്ദ്ര മാമിനും എന്റെ താങ്ക്സ്, വളരെ നന്ദിയുണ്ട് സാന്ദ്ര മാം. ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ മാം. മാമിനൊന്ന് ഞാൻ വിളിക്കൂട്ടെ, ഇപ്പൊ വിളിക്കും. ഓക്കെ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു.
Thank you, Miss. Thank you. Thank you. Thank you, ma'am. Thank you. Thank you. Thank you, ma'am. Thank you, ma'am.